പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ജൂലൈ 1 ഡോക്ടർമാരുടെ ദേശീയ ദിനം. ഒരു കഥ കേൾക്കൂ. നല്ല ഡോക്ടർ. ദേ നോക്കൂ, നമ്മുടെ മോൻ പനിച്ചു തുള്ളുന്നു. വല്ലാത്ത ശ്വാസം മുട്ടും കിതപ്പുമുണ്ട്. രോഗം ബാധിച്ച് അവശ നിലയിലായ റോബു മുയലിൻ്റെ അവസ്ഥ കണ്ട് അമ്മ കരഞ്ഞു പറഞ്ഞു, കുഞ്ഞുമോനാകെ വിറച്ചിടുന്നു, ശ്വാസം കിട്ടാതെ കിതച്ചിടുന്നു, വൈദ്യന്മാരാരും സ്ഥലത്തുമില്ല, എങ്ങു ഞാൻ കൊണ്ടുപോയിടുന്നു. അമ്മ മുയൽ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡോക്ടർമാരാരുമില്ലേ? നീ അന്വേഷിച്ചോ? റൂബൻ മുയൽ ചോദിച്ചു. ഡോക്ടർ ദിനാചരണത്തിന് അവർ പോയിരിക്കുകയാണ്. ആകെ നമ്മുടെ ടൈഗൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ. അയ്യോ, ആ ഡോക്ടറെ കാണിച്ചാൽ പിന്നെ മോൻ ബാക്കിയുണ്ടാവില്ല, അച്ഛൻ മുയൽ ഞെട്ടലോടെ പറഞ്ഞു. മഹാദേഷ്യക്കാരനാണ് ഡോക്ടർ ടൈഗൻ. രോഗികളോട് ദേഷ്യപ്പെടില്ല, പക്ഷേ നിസ്സാര കാര്യത്തിന് ദേഷ്യം പിടിച്ച് അക്രമാസക്തനാവും. വളരെ നല്ല ചികിത്സയായതിനാൽ രോഗികൾ തേടിയെത്തുന്നു മാത്രം. പക്ഷേ സാധു മാനുകൾക്കും മുയലുകൾക്കും അങ്ങോട്ടടുക്കാൻ പോലും ഭയമാണ്. വരുന്നത് വരട്ടെ, നമുക്ക് മോനെയും കൊണ്ട് ടൈഗൻ ഡോക്ടറെ കാണാൻ പോകാം, റോബിലു ധൈര്യത്തോടെ പറഞ്ഞു. അങ്ങനെ അവർ മുയൽക്കുട്ടനെയും വാരിയെടുത്ത് കടുവ ഡോക്ടറെ കാണാൻ പോയി. ഗ്ര എന്തു വേണം? ടൈഗൺ അലറിക്കൊണ്ട് ചോദിച്ചു. കുഞ്ഞിന് തീരെ സുഖമില്ല. കുഞ്ഞിനു തീരെ സുഖമില്ല ഡോക്ടറെ, ആകെ വിറച്ചു കരഞ്ഞിടുന്നു, പനിയുണ്ട്, ചുമയുണ്ട്, ശ്വാസം മുട്ടും, കണ്ടിട്ടു തന്നെ ഭയം തോന്നുന്നു, അമ്മ സങ്കടത്തോടെ പറഞ്ഞു. ശരി, നോക്കട്ടെ. ഡോക്ടർ മുയൽക്കുട്ടനെ അടിമുടി പരിശോധിച്ചു. ഒരു തുള്ളിമരുന്ന് മൂക്കിലിറ്റിച്ചു. മുയൽക്കുട്ടൻ ശക്തിയായി തുമ്മി. ചില മരുന്നുകൾ നൽകിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ മരുന്ന് കൃത്യമായി കൊടുക്കണം, 2 ദിവസം നല്ലോണം ശ്രദ്ധിക്കണം, ഒരാഴ്ച കൊണ്ട് ശരിക്കും മാറും. ശരി ഡോക്ടർ, രോഗം മാറിക്കഴിയുമ്പോൾ ഞങ്ങൾ വന്ന് കണ്ടോളാം, അമ്മയും അച്ഛനും പറഞ്ഞു. വേണ്ട വേണ്ട, രോഗികൾക്ക് ഏതു സമയത്തും എന്നെ കാണാൻ വരാം. രോഗമില്ലാത്തവർ വിശേഷം പറയാൻ വരികയും വേണ്ട. അസുഖം മാറിയാൽ പിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്. ഖനമുള്ള ശബ്ദത്തിൽ ഡോക്ടർ കടുവ പറഞ്ഞു. ശരി ഡോക്ടർ എന്നു പറഞ്ഞ് അവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മടങ്ങി. നമ്മളെപ്പോലെയുള്ള സാധുക്കളെ കടിച്ചു കീറാൻ നിൽക്കുന്ന കടുവച്ചാർ രോഗിയെന്ന നിലയിൽ എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്നു, റൂബൻ മുയൽ പറഞ്ഞു. അതെ, അതാണ് നല്ല ഡോക്ടറുടെ ലക്ഷണം, റോബിലു മറുപടി നൽകി.